ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിന് ജോലി കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നയനയും നവ്യയും കനകയും എല്ലാവരും. അപ്പോൾ ഗോവിന്ദേട്ടനാണെങ്കിലും മോളുടെ സമ്പാദ്യങ്ങളൊന്നും മേടിക്കാൻ താല്പര്യമില്ലെന്നും, അപ്പോൾ മോളുടെ സമ്പാദ്യങ്ങളെല്ലാം മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നതെന്നൊക്കെ കനകം പറഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ കുറയുമല്ലോ എന്ന് മൂത്ത രണ്ട് മക്കളും പറയുമ്പോഴാണ് കനക ഇത് പറയുന്നത്. എന്നിട്ട് ഇവരെങ്ങനെ അതും സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അല്ല, പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മയെന്ന് നവ്യ ചോദിക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങളിങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കനക. ആ സമയത്ത് അമ്മേ ഞാനും സഹായിക്കാമെന്ന് നയന പറഞ്ഞു. അപ്പോൾ നീ വലിയ ഡിസൈനർ അല്ലേ, ഇനി അടുക്കളയിൽ കയറുന്നതൊക്കെ മോശമാണെന്ന് പറഞ്ഞു നവ്യ. എന്നാൽ പിന്നെ ഡിസൈനർ അല്ലാത്ത ആൾ കയറാൻ പറഞ്ഞു നന്ദു. നല്ല കാര്യം, അടുക്കള എൻ്റെ നന്ദുമോൾക്കും നവ്യമോൾക്കും പറഞ്ഞിട്ടുള്ളതല്ലെന്നും പറഞ്ഞ് കനകം പറയാം. എന്നിട്ട് നയനമോൾ വാന്ന് പറഞ്ഞിട്ട് നയനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാട്ടോ. പിന്നെ നന്ദുവും നവ്യയും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇവിടെ സന്തോഷം പങ്കിട്ട് അവിടെ നിൽക്കുവാണ്. എന്തായാലും അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഇവിടെ ആദർശ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തങ്ങ് പോവുക. അപ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത്. ഹലോ അമ്മേ എന്നും പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ വന്നായിരുന്നു, അവള് SI ടെസ്റ്റൊക്കെ പാസ്സായെന്നോ ലിസ്റ്റിലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞ്. അവളെങ്ങാനും അത് അറിഞ്ഞോ? അറിയുകയും ചെയ്തു. അവൾ നവ്യയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന കാര്യം ആദർശ് പറയാം. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ സന്തോഷത്തോടെ നിന്നിട്ട് അത് ശരി, അവളപ്പോഴേക്കും വീട്ടിലേക്കും പോയോ എന്ന് ചോദിച്ചു ദേവയാനി. അപ്പം ഇങ്ങനെ ഒരു നല്ല കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ പോയി നേരിട്ട് അഭിനന്ദിക്കാനായിട്ട്, അതാ അവൾ പോയത് അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. ദേവയാനിക്ക് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ. അല്ല, അതിന് നവ്യ എപ്പോഴും എങ്ങോട്ട് വന്നത്? ഇടയ്ക്ക് ചേച്ചി അനിയത്തിയെ വിളിച്ചായിരുന്നു, ഒന്നിച്ച് പോകാമെന്നും പറഞ്ഞ കാര്യവും പറയുകയാണ്. പിന്നെ അവരുടെ വീട്ടിൽ ചെറിയ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നന്ദുവിന് ഇഷ്ടപ്പെട്ട പ്രൊഫഷനല്ലേ ഇപ്പം കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവളുമാരിന്ന് അവിടെ തങ്ങുമെന്ന് ചോദിച്ചു. അവിടേക്ക് പോയതല്ലേ ഉള്ളൂ അമ്മേ, ഇനിയിപ്പോൾ 1-2 ദിവസം അവിടെ നിന്നിട്ട് വരട്ടെ എന്ന് ആദർശ് പറയുമ്പം അപ്പം അതങ്ങനെ ശരിയാകുമെന്ന് ദേവയാനി ചോദിക്കുക. അത് പിന്നെ അവൾക്ക് പിന്നാലെ നീയും പോകുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. എന്നാലേ അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശിനോട് ദേവയാനി പറയുക. എന്ത്? അല്ല, നിനക്ക് നിന്റെ ഭാര്യയെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നീയും അവിടെ പോയി താമസിക്കും, എനിക്കതറിയാം, അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയണം. പിന്നെ അതുകൊണ്ട് മര്യാദയ്ക്ക് നേരെ ഇരുട്ടുന്നതിന് മുന്നേ അവളോട് വീട്ടിലേക്ക് കയറിക്കോളാൻ പറയാൻ പറഞ്ഞു ദേവയാനി. അത് കേട്ടപ്പോൾ ആദർശം അതിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പിന്നെ മറ്റവൾ വയ്യാതിരിക്കുന്നവളല്ലേ, അവൾ വേണമെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടേ എന്നും ദേവയാനി പറയണേ. പിന്നെ ഉണ്ടല്ലോ, അബിക്കാണെങ്കിൽ അവൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതാ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ആദർശമൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഇല്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, എത്ര ദിവസം വേണമെങ്കിലും അവൾ അവിടെ നിന്നോട്ടെ എന്ന് എനിക്ക് കരുതാമായിരുന്നു. ഇവിടെ പിന്നെ അതൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുക. അപ്പോൾ അമ്മേ, നല്ലൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയവളെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്നത് മോശമല്ലേ അമ്മയെന്ന് ദേവയാനിയോട് അച്ഛൻ ചോദിക്കാം. അവൾ കുറേ കാലം അവിടെ തന്നെ അല്ലായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോയി നിൽക്കേണ്ടതായിട്ടുള്ള എന്താ ആവശ്യമുള്ളത്? ഒരാവശ്യവും ഇല്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാമേ അവളോട്. അതെന്തിനാ നീ നോക്കാന്നൊക്കെ പറയുന്നത്? നീ എന്താ അവളുടെ അടിമ വല്ലതും ആണോ എന്ന് അമ്മ മോനോട് ചോദിക്കുക. എടാ നീ അവളുടെ ഭർത്താവാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളല്ലേ അവൾ കേൾക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പറഞ്ഞ് മൂളി ഇരിക്കാം മോൻ. ശരി എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുക. മകനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലും ഈ അമ്മ എന്താ ഇങ്ങനെ എന്നും പറഞ്ഞിരിക്കുക. ഒരു ദിവസം പോലും അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് സമ്മതിച്ചു തരുന്ന കാര്യമൊന്നുമല്ല. അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ഈ സമയത്ത് പിന്നെയാണെങ്കിലോ അനാമിക തമ്പുരാട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര ടെൻഷനാ, ആശങ്കയും ചിന്തയും വ്യാകുലതയും ഒക്കെ ആയിട്ടിരിക്കുന്നവൾ കരികിലേക്ക് ചെല്ലുന്നു ജലജ ചെന്നിട്ട് അനാമികയെ എരിവ് കയറ്റാൻ നോക്കുക. അവള് വന്നത് മോൾക്ക് ഭയങ്കര വിഷമമായില്ലേ മോളെ എന്നും ചോദിച്ചേ. അവൾ മനഃപൂർവ്വം ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരിക അപ്പച്ചി എന്ന് പറയണു അനാമിക. പക്ഷെ ഇത്തവണ വന്നതേ നമ്മളെയൊക്കെ ഒന്ന് വരട്ടാനാണെന്നും അവൾ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജലജ പറഞ്ഞു. അപ്പോഴത്തേക്ക് അനാമിക ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഈ SI എന്ന് പറയുന്നത് അത്ര വലിയ പദവിയൊന്നും അല്ലെന്നും എൻ്റെ അച്ഛന് IPS പദവിയിലുള്ളവരുമായിട്ടൊക്കെ പിടിപാടുണ്ടെന്ന് പറഞ്ഞു അനാമിക. അന്നേരം എന്നിട്ടാണോടി പാട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ തല്ലിയത് ആരാണെന്ന് കണ്ടുപിടിക്കാതിരുന്നെന്ന് ജലജ മനസ്സിൽ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അതല്ല മോളെ, അവളെപ്പോലെ വ്യക്തിയോ SI ആയാലേ അത് നമുക്ക് ദോഷമാണെന്നാ പറഞ്ഞത്, മനസ്സിലായോ? 4-5 ആണുങ്ങളെ ഒരുമിച്ച് കരുത്തുള്ളവളാണ് നന്ദു. അവളെങ്ങാൻ SI ആയാലോ? അതും മാത്രമല്ല
മോളുടെ അച്ഛനെയും അമ്മയെയും വീട്ടിൽ കയറി തല്ലിയത് നന്ദുവും അവരുടെ ഫ്രണ്ട്സും ആണെന്ന് മോളുടെ വീട്ടുകാർക്ക് സംശയമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അനാമികയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുത്തി കാക്കിയിട്ട് കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് മോൾക്ക് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ചേച്ചി. അത് പിന്നെ അതുപോലെ തന്നെ അനിയും അവളും തമ്മിൽ ബന്ധം തുടർന്നാലേ അതിനെ ചോദ്യം ചെയ്യാൻ പോലും മോൾക്ക് പറ്റിയെന്ന് വരത്തില്ല എന്നും പറഞ്ഞു. അല്ല, അവള് SI ആകുമെന്ന് അറിഞ്ഞപ്പോൾ അനിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് മോള് കണ്ടതല്ലേ? അവന് സന്തോഷമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയാലോ മോളെ. അപ്പം അതെ, അവന് വലിയ സന്തോഷമായിരുന്നു എന്ന് അനാമികയും ജലജയോട് പറയാം. ഇനി അവൾക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമെന്നാ എൻ്റെ സംശയം എന്നൊക്കെ അനാമിക പറയുമ്പോൾ കൊടുക്കും. ഇപ്പം 3 ബ്രാഞ്ച് അവരല്ലേ നോക്കുന്നത്. അപ്പം അവിടെ നിന്ന് സ്വർണ്ണം എടുത്ത് കൊടുത്താലേ ആരറിയാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടി വിടുക. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷമേ നബിയും നയനയൊക്കെ അവളുമാരുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ജലജ ഇവളോട് പറഞ്ഞു. ആദർശം പോകുമെന്നൊക്കെയാ പറഞ്ഞിരിക്കണത്. ഇനിയിപ്പോ അവിടെ ഉത്സവം മേളമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവളെ പിരികേറ്റി വിടുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഇരട്ടത്താക്കിയിട്ട് ആഘോഷിക്കല്ലേ എല്ലാം കൂടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഇതായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ അതുകൊണ്ട് നന്ദു SI ആകുന്നത് എങ്ങനെയെങ്കിലും തടയണമെന്ന് ജലജ അനാമികയോട് പറയണം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മോളുടെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, അതൊരു വഴിയാണല്ലോ എന്നുള്ളത്. അങ്ങനെ ജലജ ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക തമ്പുരാട്ടി ഇരുന്ന് ആലോചന തുടങ്ങി, നന്ദുവിൻ്റെ പോലീസ് വേഷം എങ്ങനെ ഏൽപ്പിക്കാം എന്നുള്ളത്. അങ്ങനെ അത് ഏറ്റവും മനസ്സിലായി കഴിഞ്ഞപ്പം ശത്രുക്കൾ കരുത്താർജിക്കുന്നത് നമുക്ക് നല്ലതല്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങനെ കൂടെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അപ്പച്ചി പറയുന്നത് മുന്നേ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് അന്നേരം അനാമികയും പറഞ്ഞു. ഇവിടുന്ന് മുൻപ് ഒരു നെക്ലേഴ്സ് മോഷണം പോയിട്ടില്ലേ? അതിന് പിന്നാലെ നവ്യക്ക് വെച്ചിരുന്ന പാല് കുടിച്ച ഏട്ടത്തെ ഹോസ്പിറ്റലിലും ആയി. അപ്പോഴത്തേക്കും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വട്ടോ നീളം വലിയ അതൊക്കെ ചിലപ്പോഴേ കേസാകാനുള്ള സാധ്യതയുണ്ട്. അവൾ SI ആയിട്ടെങ്ങാനും വന്നാൽ അപ്പോഴേക്കും ഇവള് പേടിക്കുന്നു. അതിന് പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ജലജ പറയുന്നതും ഇവളിങ്ങനെ പേടിച്ച് നിന്ന് കേൾക്കുക. പക്ഷേ ജലജ ഈ അനാമികയുടെ ഓരോ ഇതും ശ്രദ്ധിച്ചുകൊണ്ടാണ് നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അവൾ കേസ് വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിരപരാധികളായ നമ്മളൊക്കെ പ്രതികളാകുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുക. അതൊക്കെ നീ ഓർത്ത് വെച്ചോളണമെന്നും പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ആശാത്തി അങ്ങ് പോയി. ആശാത്തി അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അനാമിക അയ്യോ ശരിയാണല്ലോ, തൻ്റെ കാര്യം കട്ട പുകയാകുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ അവിടെ നന്ദു ഒക്കെ കൂടെ കേക്ക് മുറിക്കും കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നത്. ഗിഫ്റ്റൊക്കെ ആയിട്ട് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. വരുമോ ഇല്ലെന്ന് സംശയം ഉണ്ടായിരുന്നു എന്ന് അതിനെ പറയുമ്പോൾ ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു ആദർശ്. ആശു എന്നും പറഞ്ഞ് നിൽക്കുക അമ്മ. അപ്പോൾ ഈ സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും മുറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരത് കേക്ക് മുറിക്കുന്നു. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു, ചേച്ചിമാർക്ക് കൊടുക്കുന്നു, ഏട്ടന് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഏട്ടൻ അനിയത്തിക്ക് ഒരു വലിയ സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത് കണ്ട എല്ലാവരും അന്തം വിട്ടുപോയി. അയ്യോ ഇത് ചെറിയ ഗിഫ്റ്റ് അല്ലല്ലോ. അപ്പം കാക്കയോട് നീതി പുലർത്തുന്ന ഒരു SI ജനിക്കാൻ പോവുകയാണ്, അതിന് എൻ്റെ വക ഒരു സമ്മാനമാണ്, ഞാനിത് കഴുത്തിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു നെക്ലേസ് തന്നെ കൊണ്ടുവന്ന് നമ്മുടെ നന്ദുവിന് കൊടുക്കുക. അപ്പോൾ നന്ദുവിൻ്റെ കഴുത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു. നയനെ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ കണ്ട് ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നെക്ലേസ് ഒക്കെ ഇട്ട് നന്ദു ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് എല്ലാവരും സന്തോഷിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം ഇപ്പോൾ അവന് സങ്കടമായി മാറിയിരിക്കുകയാണെന്ന കാര്യം നമ്മുടെ പറയട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അഭി വരാത്തതിനെ പറ്റിയുള്ള കാര്യങ്ങളും സങ്കടത്തോടു കൂടി ഇവർ പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ സന്തോഷമൊക്കെ അവന് പുല്ലുവിലയാണെന്നും അവൻ്റെ സന്തോഷം മാത്രമാണ് വലുതെന്നൊക്കെ നമ്മുടെ ആദർശ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിട്ടുകള. ഇന്ന് എല്ലാവരും ഒന്നിച്ച ദിവസമല്ലേ, അതിൻ്റെ ഓർമ്മയ്ക്ക് ഭാവി SIക്കൊപ്പം നിന്ന് നമുക്കൊരു സെൽഫി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവർ സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനി വീട്ടിലെ എല്ലാം തൂത്തും തുടച്ചും ഒക്കെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ആ ഫോട്ടോ കൃത്യമായിട്ട് ജലജ കൊണ്ടുവന്ന് നമ്മുടെ ദേവയാനിയെ കാണിച്ചു. ദേവയാനി ഏട്ടത്തി ഇത് കണ്ടോ എന്നും ചോദിച്ചു. അങ്ങനെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ സന്തോഷത്തോടെ അതിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഈ ജലജ ഇങ്ങനെ നോക്കുക എന്താണ് ഇവരുടെ എക്സ്പ്രഷൻ എന്നുള്ളത് കാണാനായിട്ട്. എന്നിട്ട് പൊല്ലു ഉറുമി പിടിച്ചിങ്ങനെ നിൽക്കാം. അപ്പോൾ ഏട്ടത്തി ഇതൊന്നും കണ്ടില്ലായിരുന്നോ എന്ന് ജലജ ഒരു ചോദ്യം കൂടി. എൻ്റെ മൊബൈലിലേക്ക് അവരിതൊന്നും അയച്ചു തരത്തില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞു കേട്ടോ. ഇതേ മനഃപൂർവ്വം എൻ്റെ മരുമകൾ എനിക്ക് അയച്ചു തന്നതാണ്, ഞാൻ കാണാൻ വേണ്ടി തന്നെ
ഒരുത്തി SI ആകുന്നതേ അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നും അത് അവളുമാരുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങ് ആഘോഷിക്കട്ടെ, അതിനിടയിലേക്ക് നമ്മുടെ പയ്യൻ എന്തിനാ പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം പോകരുതെന്ന് പറയാൻ പറ്റുമോ ജലജ എനിക്ക്? നീ എന്താ ഈ പറയുന്നേ? അതിന്റെ പേരിൽ അവൾ ഇനി പിണങ്ങി വീട്ടിലെങ്ങാനും പോയി നിന്നാലോ? അതുകൊണ്ടാ അവനും പോയതെന്ന് പറയുമ്പോൾ ഈ പോക്കെ ശരിയല്ല ഏട്ടത്തി, ഒട്ടും ശരിയാന്ന് ഞാൻ പറയത്തില്ല. ആദർശ് ഇപ്പൊ എന്തൊക്കെയാ അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു വീട് വാടകയ്ക്കാണെന്നും പറഞ്ഞ് എടുത്തു കൊടുത്തു. എന്നാൽ എനിക്ക് തോന്നുന്നതേ ആദർശ് അവർക്ക് ആ വീടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണെന്ന് പറയുമ്പം അങ്ങനെ ഒരു ബുദ്ധിമോശമൊക്കെ അവൻ കാണിക്കുമെന്ന് ചോദിച്ചു ദേവയാനിയെ. അതും കാണിക്കും, അതിൻ്റെ അപ്പുറവും കാണിക്കും. അത്രയ്ക്കാണ് അവരുമായിട്ട് അവനിപ്പോൾ അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാന്നേ. ഞാൻ അവിടെ പോവണ്ടെന്ന് പറഞ്ഞ ആദർശ് ചിലപ്പോൾ പോയില്ല എന്നും വരും. പക്ഷേ അതിൻ്റെ പേരിൽ നയനയും ആദർശം തമ്മിൽ വഴക്കുണ്ടായ ആ അവസരം നയന മുതലാക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന കാര്യവും പറഞ്ഞ് ജലജയെ മണ്ടിയാക്കുവാണ്. പിന്നെ അവൾ അതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിലെങ്ങാനും പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന് പിന്നെ ഓർക്കോ ഊണോ ഒന്നും ഉണ്ടാവത്തില്ല ജലജയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് ഏട്ടത്തിക്കൊന്നും തോന്നരുത് കേട്ടോ. ഏട്ടത്തി വളരെ സീരിയസ് ആയി ICUയിൽ കിടന്ന സമയത്തെ ആദർശിന് നല്ല ഉറക്കം ഉണ്ടായിരുന്നു എന്ന് ജലജ പറയണം. ദേവയാനിയോട് അവരുടെ കളി. അങ്ങനെയുള്ളവൻ ഭാര്യ ഒന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ഉറങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഏട്ടത്തി? സ്വന്തം അമ്മയെക്കാളും അവന് പ്രിയപ്പെട്ടത് അവളാണെന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് 2 ഭാഗം നോക്കണ്ടേ ജലജെ? അവരുടെ ദാമ്പത്യം നന്നായി പോവാൻ നമ്മളല്ലേ ഒതുങ്ങി കൊടുക്കേണ്ടതെന്ന് പറയുമ്പം ഏട്ടത്തി എന്നും മുതലാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയതെന്ന് ജലജ അന്നേരം ദേവയാനോട് ചോദിക്കുക. അല്ല, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങണ്ടേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ മക്കളെ കാണാനേ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നയനയും നവ്യയും അതുപോലെ ആദർശനെയും കുറ്റം പറയാൻ വന്ന ജലജയ്ക്ക് മുന്നിൽ ദേവയാനി കൊടുക്കണം മറുപടി കേട്ട് ഈ പെൺപിള്ളയുടെ കിളി പറന്നു പോയി ഇങ്ങനെ നിൽക്കുക. ഏട്ടത്തി അവരെ ടൂർ പോകാൻ പറഞ്ഞു വിട്ടു. ഇവിടെ ഒരുത്തി വിശേഷം അറിയിച്ചതുപോലെ അവളും അറിയിച്ചു കഴിഞ്ഞാൽ ഇക്കണക്കിന് ആദർശിന് പിന്നെ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുമെന്ന് ജലജ ദേവയാനോട് പറയുക. കുഞ്ഞും കൂടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞും അവളുമായിരിക്കും അവൻ്റെ ലോകം എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പം നമ്മളും ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ ജലജെ എന്ന് ദേവയാനി ചോദിച്ചു കേട്ടോ. ആദർശ് ജനിച്ചതിന് ശേഷം അവനും ചേട്ടനുമായിരുന്നു എൻ്റെ ലോകം. ഞാൻ അതിനനുസരിച്ചല്ലേ നിന്നിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പോലും വളരെ വളരെ കുറവല്ലായിരുന്നു ചോദിക്കുമ്പോൾ അതുപോലെയാണോ ഏട്ടത്തി ഇവരുടെ കാര്യം? ഇവളും അവളുടെ ചേച്ചിയൊക്കെ ഒരു യോഗ്യതയില്ലാതെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്നും പറഞ്ഞ് എന്നിട്ടൊരവസരം വരുമ്പോൾ ആരോടും ചോദിക്കാതെ അവരുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഓടി പോവുകയും ചെയ്യുകയല്ലേ. അപ്പം അതൊക്കെ പോട്ട് ജലജേ, അത്രയും സമയം നമുക്ക് അവളുമാരെ കാണണ്ടല്ലോ എന്ന് പറഞ്ഞു ദേവയാനി. ഇനി മരുമകൾക്ക് പിന്നാലെ സ്വന്തം മകനെ കൂടി കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ഏട്ടത്തിക്ക്, അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് ജലജ പോയെങ്കിലും നമ്മുടെ ദേവയാനി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ. ആ ഫോട്ടോ വീണ്ടും സൂം ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം. എൻ്റെ മരുമകളെ സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും കൊടുത്തേനെ അവളുടെ അനിയത്തിക്ക് ഒരു സമ്മാനം. എന്തായാലും ആദർശ് കൊടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ദേവയാനി ഇങ്ങനെ മുകളിൽ അവർ വരുന്നുണ്ടോയെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലോ ബാൽക്കണിയിലോ മറ്റോ നിൽക്കുക. അപ്പോഴേക്കും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അവരാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുമ്പോൾ അവർ തന്നെയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി കയറി വരുന്നു. അങ്ങനെ അതും പറഞ്ഞ് കയറി വരുമ്പോൾ 2 ദിവസം വീട്ടിൽ നിൽക്കായിരുന്നു എന്നും നവ്യ പറഞ്ഞു. നിന്നെ ഒരു ദിവസം പോലും അവിടെ വീട്ടിൽ നിർത്തരുതെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് നിന്നെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന കാര്യം ആദർശ് നയനയോട് പറയുവാട്ടോ. അപ്പോൾ നന്ദു പോകുന്നതിന് മുൻപ് കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത് വലിയ സന്തോഷമായേനെന്ന് നമ്മുടെ നവ്യ പറയുവാണേ. പിന്നെ ഉണ്ടല്ലോ, ആദർശേട്ടൻ്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കരുതെന്നല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞതെന്ന് നയന എന്തായാലും ചേച്ചിയോട് ചോദിക്കുക. പിന്നെ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും നയന പറയണം. എന്നെ കാണുന്നതും ഇഷ്ടമല്ല, ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും പാടില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറയുമ്പോൾ ഒരുതരം വിചിത്ര സ്വഭാവം എന്നൊക്കെ പറയാമല്ലേ എന്ന് ആദർശ്. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വന്ന് അമ്മ വാതിൽ തുറക്കുന്നത്. അമ്മ വാതിൽ തുറന്നപ്പോൾ ഇവരെ കണ്ടു. വന്നോ എന്ന് വക ഒരു ചോദ്യവും. അപ്പം ഇവരിങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കും. അപ്പോൾ ചോദിച്ചിട്ട് ദേവേനെ അങ്ങനെ എൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പോണ പോകിൽ ചിരിച്ച് സന്തോഷത്തോടെയാണ് പോണേ. അപ്പം ഇവരെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് ഇങ്ങനെ പിടിക്കും കേട്ടോ. അപ്പം അമ്മയ്ക്ക് പിന്നാലെ മക്കളും കയറി ചെന്നിട്ട് അമ്മയെ എന്താ പറയണേന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ദേവയാനി ഇങ്ങനെ മൊത്തത്തിൽ ഇവരെ നോക്കി ഇഷ്ടമല്ലാത്ത രീതിയിൽ അഭിനയിച്ച് തകർക്കുവാണ്. ഒരു ദിവസം
പോലും ഇവളുടെ വീട്ടിൽ അവിടെ നിർത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പം ഇവളുടെ വീട്ടിൽ നിൽക്കുന്നതിൽ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇവരിങ്ങനെ നോക്കുക. അതിൻ്റെ പിന്നാലെ നീയും പോയി നിൽക്കുന്നതാ എനിക്കിഷ്ടമല്ലാത്തതെന്ന് ദേവയാനി പറയുവാണേ. അത് കേട്ടപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും 1.5 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുമല്ലോ, അതുകൊണ്ട് പോയിക്കോളാൻ അമ്മയാ പറഞ്ഞതെന്ന് നവ്യ പറയുമോ ദേവയാനിയോട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, അതിനിവിടെ ആരും എതിരല്ല. പക്ഷേ ഇവന് ഒരു ദിവസം പോലും ഇവളെ കാണാതിരിക്കാനായിട്ട് കഴിയത്തില്ലെന്നും ഇവൻ അങ്ങോട്ടേക്ക് പോരുമെന്നുള്ള ഒരു പ്രശ്നമാണ് എനിക്കുള്ളൂ എന്നും പറഞ്ഞു. പകൽ മുഴുവനും നീ ഇപ്പോൾ ഇവനൊപ്പം ഓഫീസിലായിരിക്കും. പിന്നെ എന്തായാലും എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന് ദേവയാനി മുഖത്ത് നോക്കി പറഞ്ഞു. ഇവനാണെങ്കിൽ തിരിച്ചും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ളപ്പോൾ രണ്ടുപേരെയും രണ്ടിടത്ത് നിർത്താനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറയുന്നു കേട്ടോ. എൻ്റെ ഭർത്താവിന് ഞാൻ ഇവിടെ നിൽക്കുന്നതാ ബുദ്ധിമുട്ട് എന്ന് നവ്യ. ഞാനിവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ അവനും അവൻ്റെ അമ്മയ്ക്കും അത്രയ്ക്ക് സമാധാനം ഉണ്ടാവാൻ പോകണമെന്നൊക്കെ പറയണു. അപ്പം നേരായ മാർഗത്തിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നെങ്കിലേ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ദേവയാനി നവ്യയോട് പറയണു കേട്ടോ. അമ്മായിമ്മമാരും മരുമക്കൾക്ക് അർഹിക്കുന്ന സ്നേഹമൊക്കെ തന്നേ. അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആദർശ് നേരം ചോദിച്ചു. അനാമിക ഒരുപാട് സ്ത്രീധനമായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വന്നതാ, എന്നാൽ അവൾക്കുണ്ടോ ഉണ്ടാകുന്നതിൻ്റെ 100 ഇരട്ടി നയനെ അമ്മയ്ക്ക് തന്നു കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇവള് വരച്ച ഡിസൈൻ കൊണ്ട് മൂർത്തീസ് ജ്വല്ലറി ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദർശ് പറയുമ്പോൾ മതി, നിനക്ക് ഇവള് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നെങ്കിൽ നീ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടന്നോ, അതിന് എൻ്റെ മുന്നിൽ ഏത് നേരവും പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ നയനി ഇങ്ങനെ ദയനീയമായിട്ട് ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തുനിന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ സൂപ്പർ കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.